എവരിവൺ, അസ്സലാമു അലൈക്കും. ഞാനിപ്പം കുറച്ച് ലാഗൊക്കെ ആയിണ്ടാവും വീഡിയോ ഇടാൻ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇത് ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കൽ. അപ്പം വീഡിയോ എടുക്കണമെങ്കിൽ വീട്ടിലേക്ക് വരണം. പിന്നെ എൻ്റെ കൈമൽ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞതിൻ്റെ ഒരു പാടാണ്. മൈലാഞ്ചിയൊക്കെ ഇട്ട് കുറച്ച് ദിവസം കഴിയുമ്പം നമ്മളെ കൈമൊന്നും പോവല്ലോ, അതിൻ്റെതാണ്, വേറൊന്നുമല്ല. പിന്നെ ഞാൻ ഈ സ്മോൾ പോളറോയിഡ്സ് ആദ്യം കട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഞാൻ കൊണ്ടുവന്ന് ഇന്നലെ രാത്രി തന്നെ ഞാൻ കട്ട് ചെയ്യലായിരുന്നു. അപ്പം ഇനിയും കട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. അതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പോളറോയിഡ് കട്ട് ചെയ്യാനുള്ള ഒരു കട്ടർ വേണം. ഞാൻ പേപ്പർ കട്ടറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്രിക എടുക്കാം. ഞാൻ ആദ്യമൊക്കെ കത്രികനോടേനും, പക്ഷെ അത് ഭയങ്കര ടൈം എടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ എന്താ പറയുക, ഈ ഒരു ഫോട്ടോസൊക്കെ പോളറോയിഡ്സ് ആയിട്ട് സെറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്തതാണ്. ഇത് A3 സൈസിൽ 300 GSM പ്രിൻ്റ് എടുത്തത്. പിന്നെ ഞാൻ ഈ പ്രിൻ്റ് എടുക്കാൻ പോയപ്പം ഒരു കടയിൽ കയറിയിരുന്നു. ഈ ഒരു ലാമ്പ് കണ്ട്, ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അവിടെ കുറേ ലാമ്പ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, അപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഒരു ചെറിയൊരു LED ഒരു ലാമ്പാണ്. കണ്ടില്ല, നല്ല രസമല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ പോവാം. അപ്പം ഈ A3 സൈസിൽ പ്രിൻ്റ് എടുത്ത് പറഞ്ഞില്ലേ, അപ്പോൾ അവിടുന്ന് വാങ്ങിയപ്പോൾ റോളായിട്ട് ആക്കിയിട്ട് അതിന്മേൽ റബ്ബർ ബാൻഡ് കെട്ടിയതായിരുന്നു, 2 റബ്ബർ ബാൻഡ്. അപ്പോൾ ഞാനിത് തുറന്ന് ഒരു 3-4 ഷീറ്റ് ഉണ്ട് കേട്ടോ A3 സൈസിൽ പ്രിൻ്റ് എടുത്തത്. ഇതിൽ ഒരു ബിഗ് പോളറോയിഡ്സിൻ്റെ ഒരു റിംഗ് ആൽബം ഉണ്ടാക്കാനും പിന്നെ ഒരു ആൽബത്തിലേക്കുള്ള ഫോട്ടോസും ആണ് ഞാൻ പ്രിൻ്റ് എടുത്തത്. പിന്നെ എനിക്ക് കുറച്ച് വാൾ പോസ്റ്റേഴ്സും ആണ്. അപ്പോൾ ഇതിങ്ങനെ റോളായി നിന്നുകൊണ്ട് തന്നെ അതിങ്ങനെ വളഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. പ്രിൻ്റ് ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പം നേരാവണമല്ലോ, അപ്പോൾ ഞാൻ നേരാക്കി എടുക്കട്ടെ. നിങ്ങൾക്ക് ഈ പ്രിൻ്റ് എടുത്ത് വേണമെങ്കിൽ ബെഡിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. അത് പിന്നെ കട്ട് ചെയ്യുന്ന ടൈമിൽ എടുത്താൽ നേരായി കിട്ടും. ഞാൻ സാധാരണ ഈ കാണിച്ച മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ബെഡിൻ്റെ അടിയൊക്കെ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ അത് മറന്നു പോവും, കട്ട് ചെയ്യേണ്ടേ ഓർമ്മ ഉണ്ടാവില്ല. ഇതിലിപ്പോൾ ഞാൻ ഫസ്റ്റ് റിംഗ് ആൽബം ചെയ്യാൻ വിചാരിച്ച്, അതാണ് കുറച്ച് തിരക്കുള്ളത്. മറ്റേത് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നാണ് പറഞ്ഞത്. അപ്പം റിംഗ് ആൽബത്തിന് ഞാൻ ബിഗ് പോളറോയിഡ്സിൻ്റെ റിംഗ് ആൽബമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൈസ്, മറ്റേത് ഇതിനാട്ടിലും കുറച്ച് ചെറുതേനും. ഇത് ബിഗ് പോളറോയിഡ്സ് ആയതുകൊണ്ട് കുറച്ച് വലുപ്പമുണ്ട്. ഒരു A3 സൈസിൽ 4 എണ്ണം വരുന്ന രീതിയിലാണ് ഞാൻ എഡിറ്റ് ചെയ്യൽ. മറ്റേത് A3 സൈസിൽ 5 എണ്ണം വരുന്ന രീതിയിലാണ് സ്മോൾ പോളറോയിഡ്സിൻ്റെത്. ഈ പേപ്പർ കട്ടർ A4 സൈസിലായതുകൊണ്ട് ആദ്യം ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്, പിന്നെ A4 സൈസിലായാൽ കുഴപ്പമില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ മേലെ കുറേ ഇതുണ്ടാവുമല്ലോ, അളവുകൾ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് നേരെയാണോ അല്ലേ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം പോളറോയിഡ്സിന് നമുക്ക് കറക്റ്റ് ആ ലൈനിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യണമല്ലോ. അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഈ പേപ്പർ കട്ടർ തന്നെയാണ് നല്ലത്. മറ്റേ കത്രിക ആകുമ്പം അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പേപ്പർ കട്ടർ വാങ്ങിയത് ഞാൻ ഈ സ്വരുക്കൂട്ടി വെച്ച പൈസ ഉണ്ടാവുമല്ലോ, ഈ ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭം ഇങ്ങനെ എടുത്ത് വെച്ച് വാങ്ങിയതാണ്. ഒരു ഓഫർ കണ്ടപ്പം പെട്ടെന്ന് വാങ്ങിയതാണ് ഇത്. ഈ വീഡിയോയിൽ ഈ കട്ട് ചെയ്യുന്ന പാർട്ട് ഞാൻ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടീനും. ഞാൻ അത്രയ്ക്ക് വലിയ സ്പീഡിൽ കട്ട് ചെയ്യുന്ന ആളല്ല. എല്ലാം നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് പാളിപ്പോയാൽ വീണ്ടും നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടി വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.